കെ.ആർ. പ്രഭാകരൻ, വടിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് ഇവിടെ പൊതുപ്രവർത്തനം നടക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് നാൾ 2 ടൈമിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വടിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഭൂരിഭാഗം ജനങ്ങളും സാമ്പത്തികമായിട്ട് വളരെ ദുരിതം അനുഭവിക്കുന്നവരാണ്. കൂടുതൽ പ്രദേശം ഉപ്പുവെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം വർഷങ്ങളായിട്ട് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി ഈ അടുത്ത ദിവസം പഞ്ചായത്തിന് മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സന്നദ്ധഭടന്മാർ ഉപവാസ ധർണ്ണ നടത്തുകയാണ്. ഇവിടെ കാർഷിക മേഖല എന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കാർ ദിനം പ്രതി 100 വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടുത്തെ നിലങ്ങൾ 90% തരിശായി കിടക്കുന്ന അവസ്ഥയിലാണ്. കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ തൊഴിലാളികളെ ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത്. തൊഴിലാളികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇതിനേലും കൂടുതൽ വേതനം കിട്ടുന്ന മേഖലയിലേക്ക് പോകുന്ന കാരണം കാർഷിക മേഖല ഇന്ന് മുരടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സംബന്ധിച്ചോളം പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. എത്ര പാവപ്പെട്ട കുടുംബങ്ങൾ അന്തിചായ കൂര പോലും ഇല്ലാത്ത നിരവധി വീട്ടുകാരുണ്ട്. അവർക്ക് ശാശ്വതമായിട്ട് ഒരു അന്തി ഉറങ്ങാൻ ഒരു ചെറിയ വീട് പോലും നിർമ്മിച്ചു കൊടുക്കാൻ എത്ര കൊല്ലമായിട്ട് തുടർന്ന് അധികാരത്തിൽ പതിറ്റാണ്ട് കാലങ്ങളായിട്ട് ഇടതുപക്ഷം തന്നെ കുത്തകയായി വെച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് വടിയൂർ പഞ്ചായത്ത്. എന്നിട്ടും അവർക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാനം ഒക്കെ അവർ തന്നെ ഭരിച്ചിട്ട് പോലും ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖസത്യം അവശേഷിക്കുകയാണ്. അതുപോലെ ഈ കുടിവെള്ളത്തിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ മയിലുകളും വഞ്ചിയിലും ഈ വടിയൂർ പഞ്ചായത്തിൽ 75% ഉപ്പുവെള്ളത്തിൽ അധീനതയിൽപ്പെട്ട് കഴിയുന്ന പ്രദേശമാണ്. അപ്പോൾ അവിടേക്ക് അത് ഇന്നലെയുള്ള പ്രശ്നമല്ല. അതിന് ശാശ്വതമായിട്ട് ശുദ്ധജല പദ്ധതി നടപ്പാക്കുന്നതിനൊരു പ്ലാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നേവരെ നടപ്പായിട്ടില്ല. ഓരോ കൊല്ലവും എത്ര തുക ഞങ്ങൾ ശുദ്ധജല വിതരണത്തിന് നീക്കി വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ വയ്ക്കാതല്ലാതെ ഇന്നേ വരെ അതിന് പരിഹാരം കാണാത്തതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സമര പരിപാടിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസൂത്രണം ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു കേഡർ പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് സാധാരണക്കാരെ എന്തഭിപ്രായവും ആരും പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനിച്ച അന്ന് മുതലുള്ളതാണ് വിഭാഗിത അങ്ങോട്ടും ഇങ്ങോട്ടും വിഭാഗിത പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഒരു ക്ഷീണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാ വിഭാഗിതകളുമായി മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം നേരിടുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ടുള്ള പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള 2 ടൈമിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് മെമ്പർ അതുപോലെ ഫാദർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ചെറുപ്പം തൊട്ട് തന്നെ ഈ സേവന പ്രവർത്തനങ്ങളിൽ തൽപരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ജനകീയ പ്രശ്നങ്ങളിൽ യൂത്ത് ക്ലബ്ബുകൾ അതുപോലെ മറ്റ് ക്ലബ്ബുകളിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് യുവജനങ്ങളെ മുഖ്യധാരയിലേക്ക് മറ്റ് വഴിതെറ്റി പോകാതെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അതിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകാരം കിട്ടുന്നുമുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ നാട്ടിലെ നീറുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ വടിയൂർ പഞ്ചായത്തെന്ന് വെച്ചാൽ ഒരു വികസനം വെച്ച് നോക്കാത്ത ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഇനിയും കാർഷിക മേഖല ഏതാണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള ചെറുപ്പക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന കിട്ടുന്ന പണം വരുന്നത് കൊണ്ടാണ് ഇവിടെ നിത്യവൃത്തി തന്നെ കഴിഞ്ഞു പോകുന്നത്. അതിന് ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചുകൊണ്ട് അതിനും ഒരു ഭീഷണി നേരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ജനങ്ങളൊക്കെ പരിഭ്രാന്തിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇനി എന്ത് ചെയ്യണം? കാർഷിക മേഖലയാണ് ഇവിടുത്തെ മുഖ്യ തൊഴിൽ. അതിലേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ തൊഴിലെടുക്കാൻ ചെറുപ്പക്കാരോ അതുപോലെയുള്ള മറ്റുള്ളവർ കാർഷിക മേഖലയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുകയാണ്. അവർക്ക് ഇതിൽ ഇറങ്ങാനുള്ള സൗകര്യം ഒന്നും ചെയ്തു കൊടുക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ട് ആ കാർഷിക മേഖലയെ വീണ്ടും പഴയ പോലെ തിരിച്ചു കൊണ്ടുവന്നുള്ള പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും നടത്തണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ നല്ലവരായ എല്ലാവരുടെ സഹകരണം ഉണ്ടാകണം. എന്ത് പോരായ്മകളുണ്ടെങ്കിലും അത് പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് എന്ത് പ്രശ്നത്തിലും സജീവമായിട്ട് ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകളുടെ നിർത്തുകയാണ്.